കൊല്ലത്തുനിന്നൊരു വാർത്തയെത്തുന്നു. കൊല്ലം അഞ്ചാലുമൂട്ടിൽ ജ്യൂസ് കടയിൽ കയറി തൊഴിലാളിയെ കുത്തി പരിക്കേൽപ്പിച്ചു. കടയിൽ നിന്ന് വാങ്ങിയ സാധനത്തിന്റെ വില സംബന്ധിച്ച തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. CCTV ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എന്താണ് അഞ്ചാലുമൂട്ടിലെ ജ്യൂസ് കടയിൽ സംഭവിച്ചത്? ഇത് ഇന്നലെ വൈകിട്ട് 4:30 ഒരാൾ എത്തി. അവിടെ ജ്യൂസും മറ്റൊക്കെ വിൽക്കുന്ന കടയാണ്. അവിടെ സാധനങ്ങൾ വാങ്ങി വിലയിൽ തർക്കമുണ്ട്. ഇത് വില ശരിയല്ല, വില കൂടുതലാണ് എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ തർക്കിച്ചു. ഈ തർക്കം നടന്നുകൊണ്ടിരിക്കെ തന്നെ ഇയാൾ അവിടെ വെച്ച് തന്നെ ഈ പറഞ്ഞ അതിഥി തൊഴിലാളിയെ കയറത്തട്ടായ അവിടുന്ന് പോയി. പിന്നീട് 6 മണിയോടെ സുഹൃത്തുക്കളുമായി മടങ്ങിയെത്തിയ ഈ സംഘം കടയ്ക്കകത്ത് കയറി ഈ അതിഥി തൊഴിലാളിയായ ഇർഫാനെ, UP സ്വദേശിയാണ്, അയാളെ അസഭ്യം പറയുകയും വെളിയിൽ നിന്ന് വന്ന് ഞങ്ങളെ ഭരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു. പിന്നെ കയ്യിൽ ആ സമയത്ത് ഒരു കത്തി ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അതായത് ഈ സാധനത്തിന്റെ വില കൂടിപ്പോയെന്നാണോ ഇയാളുടെ പ്രശ്നം? വില സംബന്ധിച്ചുള്ള ഒരു തർക്കമുണ്ടായി അവിടെ വെച്ച്. ഇത് എന്തൊരു വിലയാണ് എന്ന് ചോദിച്ച് അയാൾ തർക്കിച്ചു. ആ തർക്കത്തിന് ശേഷമാണ് ഈ മടങ്ങിപ്പോയ ആൾ തിരികെ വന്ന അവിടുന്ന് പോയ ആളാണ് പിന്നീട് മടങ്ങി വന്നതിന് ശേഷം 6 മണിയോടുകൂടി 4:30 സംഭവം നടക്കുന്നു. 6 മണിക്ക് മടങ്ങി വന്നാണ് ഈ സംഭവം നടന്നു എന്നാണ് ഈ കട ഉടമ രതീഷ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന പരാതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആലോചിച്ചുറപ്പിച്ച് ചെയ്തതാണ് എന്ന് കരുതേണ്ടി വരത്തില്ലേ ഇത്രയും സമയത്തിന് ശേഷം വന്ന് ചെയ്യുമ്പോൾ? അതൊരു ഗുണ്ടായുസമായിരുന്നു. കരുതിക്കൂട്ടി തന്നെയാണ് ഈ കൃത്യം ചെയ്തു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതാണ് ഈ CCTV ദൃശ്യങ്ങൾ കാണുന്നത്. പോലീസ് നടപടി എങ്ങനെയാണ് ഇപ്പോൾ? ഈ പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. അവരെ ഒളിവിലാണ്. പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഇന്നലെ തന്നെ അഞ്ചാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതികൾക്ക് വേണ്ടി ഇന്നലെ വീടുകളിലെല്ലാം പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസ് ഇപ്പൊ തെരച്ചിൽ തുടരുകയാണ്. ശരി രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.